അബ്രഹാമിനെ തന്നെ, വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന അബ്രഹാമിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഫ്രണ്ട് എന്നാ വിളിച്ചിരിക്കുന്നത് അല്ലേ? അത് മാത്രമാണോ? ദൈവം അവരുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുമെന്ന്. ചിരി തുടങ്ങി. സാറ കമിന്ന് വീണ് കിടന്ന് ചിരിച്ചെന്നാ പറയുന്നത്. ചുമ്മാ ഉള്ള ചിരിയല്ല. എന്തുകൊണ്ടാ ചിരിച്ച അവര്? ദൈവത്തെ കളിയാക്കുമല്ലേ. ദൈവം ഉടനെ ഗബ്രിയേൽ തീ ഇറക്കുന്നൊന്നുമല്ല ദൈവം പറഞ്ഞത്. അബ്രഹാമിൽ വിശ്വാസം ഉണ്ടാകാനായിട്ട് അബ്രഹാമിനെ വിളിച്ച് കൂടാരത്തിന് പുറത്തിറക്കിയിട്ട് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. നക്ഷത്രങ്ങളെ കണ്ടു, ഇതുപോലാവും നിന്റെ കുഞ്ഞുങ്ങൾ. സ്റ്റാർട്ട് ഇമാജിനിങ്. കാരണം ഞാനാ നിനക്ക് വാക്ക് പറഞ്ഞു, കടൽ തീരത്തെ മണൽ നോക്ക്, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. അബ്രഹാമിന് അബ്രഹാമിന് ഒറ്റ ഇമാജിനേഷനേ ഉള്ളൂ, അല്ല ഒറ്റ അറിവേ ഉള്ളൂ, എന്റെ ശരീരം ക്ഷയിച്ചു പോയി. ലോകത്തിന്റെ സിസ്റ്റം അങ്ങനെ. ലോകത്തിന്റെ സിസ്റ്റത്തിൽ പ്രായമായി കഴിഞ്ഞാൽ, ശരീരം ശോഷിച്ചു കഴിഞ്ഞാൽ, ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകത്തില്ല. അവൻ ദൈവം പറഞ്ഞു, നീ അതിലേക്കല്ല നോക്കേണ്ടത്, ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്തു. യു സീ യുവർ കിഡ്സ് ഫേസ് ഇൻ ഓൾ ദീസ് സ്റ്റാർസ്. ഇമാജിനേഷൻ പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫെയ്ത്തിൽ ഒരു ശകലം പോലും നമ്മൾക്ക് യാതൊരു ഇളക്കവും വരാതെ പോകുമ്പോൾ ദൈവം നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്നത്. നോ 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 നോ. We stand on the faith of God. നമ്മുടെ ഫെയ്ത്തിലല്ല, ക്രൈസ്റ്റിന്റെ ഫെയ്ത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അളവിലാണെങ്കിൽ നമുക്ക് ഏറ്റക്കുറച്ചിലും ഉണ്ടാവും അല്ലേ? We stand in the faith of Christ.